IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഖാന്ത് സുരേഷിനെ കോടതി ജൂൺ 5 വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. സുഖാന്തിന്റെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. പ്രതി IB ഉദ്യോഗസ്ഥയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും തെളിവെടുപ്പ് നടത്തും. സുഖാന്ത് IB ഉദ്യോഗസ്ഥയുമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തുക. പിന്നീട് സുഖാന്തിന്റെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ ബലാത്സംഗത്തിനും പോലീസ് കേസെടുത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ പരിശോധന നടത്തുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഒളിവിലായിരുന്ന സുഖാന്ത് കഴിഞ്ഞ മാസം അവസാനം കീഴടങ്ങിയത്. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തിച്ച പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. മാർച്ച് 24-നാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തായ സുഖാന്താണെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത്. കുടുംബം ആരോപണം ഉന്നയിക്കുകയും ആ വഴിക്ക് അന്വേഷണം നീളുകയും ചെയ്തതോടെ സുഖാന്തും കുടുംബവും ഒളിവിൽ പോയി. ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി ആരോപിച്ച് യുവതിയുടെ പിതാവ് തെളിവുകൾ പോലീസിന് കൈമാറി. തുടർന്ന് സുഖാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു. 24 തിരുവനന്തപുരം.